ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾ. പടച്ചോനെ, ഇന്ന് ആർക്കാ ഉമ്മാനെ ഉപ്പാനെ സ്നേഹമുള്ള? ഇന്ന് ഉമ്മായി ഉപ്പായ സ്നേഹമുള്ള എത്ര മക്കളുണ്ട്? മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന. ഇന്ന് രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്ന ഉമ്മാനോട് പറയും, കിളവി വല്ലതും തിന്നിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നോണം. ഉമ്മാനോടാ പറയണേ. ഉപ്പാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ. ഉമ്മയാരെന്നറിയുവോ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ മോനെ സ്വർഗം. പോയി നോക്ക്, എൻ്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ? വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയും ഉമ്മയും അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതൊരു കാരണവശാലും എന്തൊക്കെ വിഷയം സംഭവിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയും, കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊരാഗ്രഹം, ഭർത്താവിന്റെ ഉമ്മാന് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മകനെയും ഉമ്മാനെയും രണ്ട് തട്ടിലാക്കും. എന്തിനാ? അവളുടെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിന്റെ ഭർത്താവിന്റെ ഉമ്മാനെ നീ എപ്പോഴും ഉമ്മയായിട്ട് നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മയായിട്ട് കാണണം. കാരണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിന്റെ ഭർത്താവിന്റെ ഉമ്മായുമായിട്ട് നിന്റെ ഭർത്താവിനെ നീ അകറ്റിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സുഖിക്കാമെന്ന് നീ വിചാരിച്ച യോഗമില്ല പെങ്ങളെ. സ്വന്തം ഉമ്മായും വാപ്പായും വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ഉമ്മയെ കണ്ടോ. പടച്ചവനെ, ഉമ്മയും മക്കളും മത്സരമാണ്. എന്റെ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉമ്മയുടെ വയറിനകത്ത് മഴ എന്തോ വന്നിട്ട് കുടലിലോ എന്തോ ക്യാൻസറാ ഉമ്മയ്ക്ക് അറിയില്ല ഉസ്താദേ. ഉമ്മയ്ക്ക് വയറുവേദനയാണെന്നാ ഞങ്ങൾ പറയണത്. ഉമ്മയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാ ഉമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇരിക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ സന്തോഷിച്ചു. പടച്ചോനെ, ഇതുപോലെ രണ്ട് മക്കള്, ഉമ്മാനെ ഇത്രയും സ്നേഹിക്കുന്ന രണ്ട് മക്കള്. ഇറങ്ങാൻ സമയമായപ്പോ ആ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഉസ്താദിനെ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ ഉമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെന്നു. ഉമ്മ മക്കളോട് രണ്ടുപേരും പറഞ്ഞൊന്ന് വെളിയിൽ പോകാൻ. ഉമ്മയെന്ന് പറഞ്ഞ ആരെന്നറിയോ? പഠിച്ചോ. രണ്ട് മക്കളോടും വെളിയിൽ പോകാൻ പറഞ്ഞു. കതകൊന്ന് അടയ്ക്കുമോനെ. ഞാൻ ആ ഉമ്മാന്റെ ചാരത്ത് പോയിരുന്നു. ക്യാൻസർ രോഗമല്ലേ, ഉമ്മായിക്ക് അറിയില്ലല്ലോ. ഞാൻ അടുത്ത് പോയിരുന്നപ്പോ ആ ഉമ്മ എന്നോട് പറയാ, ഉസ്താദേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ബാധ്യതയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം ഉസ്താദേ. എന്നോട് പറയാ, എനിക്ക് ക്യാൻസർ ആണെന്ന് എന്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം. അവര് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്നാ. അതുകൊണ്ട് ആ മക്കള് സന്തോഷത്തോടെ നടക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ അവരുടെ കണ്ണ് നിറയുമല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ, ഉമ്മ എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഉമ്മ ആരെന്നറിയോ? അടുത്തൊരു പെൺകുട്ടി, പടച്ചവനെ, 8 മാസം ഗർഭിണിയാണ്. 8 മാസം ഗർഭിണിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, സീരിയസാ, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ മരിച്ചുപോകും. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മയുടെ വില എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 8 മാസം ഗർഭിണിയായ പെണ്ണിനോട് ഡോക്ടർ പറയാ, ഈ കുഞ്ഞിനെ പ്രസവിക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, വളരെ സീരിയസാ. ആ സമയത്ത് ആ പെണ്ണി ചോദിച്ചെന്തെന്നറിയോ ഉസ്താദേ? ആ പെണ്ണ് ചോദിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാ, എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ,
പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണ് മരിക്കാൻ വരെ 99% സാധ്യതയുണ്ട്. അപ്പോഴും അവളെ കുറിച്ചല്ല ചിന്തിച്ചത്, അപ്പോഴും അവളെ കുറിച്ചല്ല ചിന്തിച്ചത്. ഡോക്ടറെ, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ. അതാ നമ്മുടെ ഉമ്മ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട്, ഓടേണ്ടവർക്കൊക്കെ ഓടാം, ഒളിച്ചോടേണ്ടവർക്കൊക്കെ ഓടിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഉമ്മാനെ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കും, നിനക്ക് കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ മുഴുവനും ഉമ്മാന്റെ സ്വഭാവമല്ലേ മോട് കാണിക്കൂ എന്ന് നാണം കെടുത്തിയാലും നിനക്കൊന്നുമില്ല. പ്രശ്നം 2-3 ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഒരാഴ്ച മുമ്പ് പള്ളികളിലൊക്കെ പോയി പിരിവെടുത്തൊരു വാപ്പ. പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പിരിവെടുക്കും തന്റെ മോളെ കെട്ടിക്കാൻ. അള്ളാഹു പടച്ചോനെ 5-6 പവൻ സ്വർണം ആ പാവ ഉപ്പ പിരിച്ചു. ഞായറാഴ്ച കല്യാണം, വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പിരിവായിട്ട് വാപ്പ വന്നപ്പോ പടച്ചോനെ ആ പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അള്ളാഹു ആ വാപ്പ വീണതാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഓടേണ്ടവർക്കൊക്കെ ഓടാ. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അഭിമാനമുണ്ട് പെണ്ണെ. എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയടി, എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, പൊന്നുമോളെ, ഈ നാട്ടിൽ ഈ കൂട്ടത്തിലൊരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ പറയാ, സഹാബി വനിതയുടെ ചരിത്രമൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, 34 വയസ്സുണ്ട് ആ പെണ്ണിനെട്ടാ. എടി, അവളാണ് നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞവള്. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും. 34 വയസ്സുള്ളൊരു പെൺകുട്ടി ഈ സദസ്സിനകത്തിരിപ്പുണ്ട്. അവളെ പോലെ നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരാൻ വേണ്ടി ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യും. കാരണം ആ 34 വയസ്സുള്ള പെൺകുട്ടി എന്നോട് കരുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദെ. 34 കൊല്ലമായി. ഇന്ന് ഞാൻ അള്ളാനെ പേടിച്ചാ ജീവിക്കണത്, അള്ളാനെ പേടിച്ചാ ഞാൻ ജീവിക്കുന്നത്. പടച്ചവനെ, എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരു പെണ്ണി സദസ്സിലിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, അവളാ മോളെ പെണ്ണ്. 34 കൊല്ലമായിട്ടും അവൾക്കും വിചാരമുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവൾ. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു നല്ല ഒരു ജീവിതം തരുമെന്ന പ്രതീക്ഷയോടെ ഈ സദസ്സിൽ ആ പൊന്നുമോളിരിപ്പുണ്ട്. അള്ളാഹുവേ, ആ മകൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ, നീ നല്ലൊരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലാതെ തിന്നിട്ട് നിനക്ക് കൊഴുപ്പ് കൂടുമ്പോ, തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കൂറുമ്പോ പടച്ചവനെ, പടച്ച റബ്ബിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയിട്ട് പോയാ നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം സാക്ഷിയാണ്. ഉസ്താദന്മാര് പറയും, ഇങ്ങനൊക്കെ പോകുന്നവള് പുഴുത്തു ചാകുമെന്ന് പറയുമ്പോ ഇവരാരടാ പറയാൻ അവകാശം? ഇവർക്ക് പറയാൻ എന്ത് അവകാശം? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചരിത്രം സാക്ഷിയാ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി, ലാഹുവേ, ഉപ്പയും ഉമ്മയുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോളോ മോനോ ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടും പെണ്ണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നിനക്ക് ശിക്ഷ തരും പെണ്ണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഫദൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കാണാ. ഫദൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദലേ, ഞങ്ങളെല്ലാവരും മക്കയിൽ പോകുകയാ, ഞങ്ങളെല്ലാവരും കഅബ കാണാ പോവുകയാ. ഫദലേ, നീ കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫദൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ. ഫദൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ ചെന്നിട്ട് തന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, അല്ലാഹുവിന്റെ കഅബ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമോ. എന്റെ കൂട്ടുകാർ മുഴുവനും കഅബ കാണാ പോവുകയാണ്, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ ഫദിലേ, നീ പോയാൽ എനിക്ക് ആരാണടാ ഉള്ളത്? എനിക്ക് ഭക്ഷണം തരാ, എന്റെ കാര്യങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ. എന്റെ പൊന്നുമോര് പോകണ്ട എന്ന് ഫദിൽ എന്ന് പറയുന്ന മകനോട് പറയുമ്പോ
കൂട്ടുകാരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്. അള്ളാഹുവിന്റെ കഅബ കാണാൻ പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാർ മുഴുവനും കളിയാക്കിയിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പിന്നെയും ഉമ്മയോട് ചോദിച്ചു, ഉമ്മ അള്ളാഹുവിന്റെ കഅബ കാണാ പോകട്ടെ? ഉമ്മ പറഞ്ഞു, വേണ്ട മോര്. ഉമ്മ പറഞ്ഞു, വേണ്ട മോര്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. അവസാനം ഉമ്മയുടെ അനുവാദം ചോദിച്ചില്ല. കഅബയിലേക്കല്ലേ പോകുന്നത്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്കല്ലേ പോകുന്നത്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മയുടെ അനുവാദം ചോദിക്കാതെ വീട് വിട്ടിറങ്ങുകയാ. മക്കയിലേക്ക് കഅബ കാണാ പോവുകയാ. മക്കയിലേക്ക് കഅബ കാണാ പോവുകയാ. ഇങ്ങനെ പോകുമ്പോ മനസ്സിനകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരുടെ കൂടെ എത്താനും കഴിയുന്നില്ല. ഉമ്മയുടെ പൊരുത്തമില്ലാതാണ് ഇറങ്ങി വന്നത്. മനസമാധാനം കിട്ടാതെ വന്നപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഒന്ന് രണ്ടരക്കത്ത് നിസ്കരിക്കാമല്ലോ പടച്ചവര്. നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒളിവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറിയിട്ട് രണ്ടരക്കത്ത് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാണ്. കാരണം എന്തെന്നറിയുമോ? ആ നാട്ടിൽ വലിയ ഒരു മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാട്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് മുഴുവനും തല്ലുകയോ, കൈകാല് കെട്ടുകയാണ്. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയുമോ? ഇവന് ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. ഇനി ഒരിക്കലും ഇവന് മോഷ്ടിക്കാൻ പാടില്ല. രണ്ട് കൈയും വെട്ടിമുറിക്കുകയാ, രണ്ട് കാലും വെട്ടിമുറിക്കുകയാ, രണ്ട് കണ്ണും ചൂടുന്നെടുക്കുകയോ. ഇവന് ഒരിക്കലും ഇനി മോഷണം നടത്താൻ പാടില്ല. അവന്റെ കണ്ണ് ചൂടുന്നെടുത്തു, കൈകാലുകളെ വെട്ടിമുറിച്ചു. എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ജനങ്ങൾ വിളിച്ചു, കള്ളാ. എല്ലാവരും കള്ള എന്ന് വിളിച്ച് കളിയാക്കുമ്പോ പറയുന്ന ചെറുപ്പക്കാർ, ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. ഞാൻ കള്ളരല്ല. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതൊരു പടച്ചറപ്പ് എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ പെങ്ങള് അവസാനം കൊണ്ടുവന്ന് മരുഭൂമിയിൽ വലിച്ചെറിയുകയോ. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മരുഭൂമിയിൽ കിടന്ന് യാചിക്കുന്നു, ആരെങ്കിലും എന്റെ ഉമ്മയുടെ മുന്നിലൊന്ന് കൊണ്ടുപോകുവോ? മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയുടെ വീടിന്റെ മുന്നിൽ എന്നെയൊന്ന് കൊണ്ടുപോകുവോ? ഒന്ന് പൊരുത്തം ചോദിക്കാരാ. എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. മരണത്തിന്റെ വേളയിൽ പടച്ചവരെ വഴിയിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പടച്ചറപ്പേ, വാതിൽ തുറന്നിട്ടൊരു ഉമ്മ ഇറങ്ങി വരികയാണ്. ആ യാത്രക്കാര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഈ ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ആ ഉമ്മ നോക്കുമ്പോ കൈയില്ലാതെ, കണ്ണില്ലാതെ, കാലില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആരാണെന്നറിയുന്നില്ല. ആ ഉമ്മ പറഞ്ഞു, മക്കളെ, ഇതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ ഫദ്ല് വിളിക്കുന്നു, ഉമ്മ,
ഞാനാണുമ്മ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് മക്കയിലേക്ക് പോയ ഫളിലാ ഉമ്മ. എനിക്കല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒളിച്ചോടിയവളല്ല, കണ്ടവന്റെ കൂടെ പോയവളല്ല, സിനിമയ്ക്ക് പോയവളല്ല, കറങ്ങാൻ പോയവളല്ല, കളിക്കാൻ പോയവളല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബ കാണാൻ പോയ ഒരു മകന് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഇനി പറപെങ്ങള് രക്ഷപ്പെടുവോ മോള്, രക്ഷപ്പെടുവോ മോള്? വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വല്ലാഹി സത്യം രക്ഷപ്പെടൂല മോള്, വല്ലാഹി സത്യം ഒരു കാലത്തും രക്ഷപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ സ്നേഹിക്കണേ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കള് സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ കഴിയുന്നടാ. ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട്, ഇന്ന് ലക്ഷങ്ങളെ ചെലവഴിച്ചിട്ട് നിന്നെ ഒരു മനോഹരമായ വീട് കെട്ടി, നീ ഒരു മനോഹരമായ വീട് കെട്ടി. ആ വീടിനകത്ത് സുഖമില്ല, രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ ഉമ്മയൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ, രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഉമ്മ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തൊന്ന് മൂത്രമൊഴിച്ചാൽ, അല്ലാഹുവേ, മാന വഴക്ക് പറയുന്ന മക്കളുണ്ടല്ലോ, മാന ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ. എടാ, നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോ. നിന്റെ ഉമ്മയൊന്ന് ബെഡിൽ മൂത്രമടിച്ചപ്പോ അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെ അല്ലേ മോരെ. ആ പാവങ്ങൾ അങ്ങനെ ഒന്ന് വിസർജനം നടത്തിയപ്പോ നിന്റെ ഉമ്മാനെ വഴക്ക് പറയുന്ന ചെറുപ്പക്കാരാ, നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചതെന്നറിയോ? നീ എവിടെ കിടന്നാണ് മൂത്രമൊഴിച്ചതെന്നറിയോ? ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്ന് നീ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചടാ? നിന്റെ ഉമ്മ ബെഡിലല്ലേ കഴുകിയാ പോകുമല്ലോ. നീ ഉമ്മയുടെ ശരീരത്ത് കിടന്ന് വിസർജനം നടത്തിയില്ലേ? നീ നിന്റെ ഉമ്മ നിന്റെ വീട്ടിലെന്ന് തുപ്പിയപ്പോ നിനക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എത്ര പ്രാവശ്യം നിന്റെ ഉമ്മയുടെ മുഖത്തുകൂടെ നീ ഛർദിച്ചടാ? ഉമ്മ വഴക്ക് പറഞ്ഞില്ലല്ലോ. സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചതല്ലാതെ നിന്റെ ഉമ്മ ഇന്ന് വരെ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ പാവപ്പെട്ട ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്തേ ചെറുപ്പക്കാരാ? മോനെ, എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ? എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും മോര്. 9.5 മാസക്കാലം ആ ഉമ്മയല്ലേടാ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത്. ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കിടക്കാൻ കഴിയില്ലല്ലോ. പടച്ചിറപ്പേ, 9.5 മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. നിന്നെ പാല് തന്നിട്ട് നിന്നെ ഇത്രയും കൊല്ലം പോറ്റി പടത്തിയില്ലേടാ? നിനക്കെങ്ങനെയാ നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുന്നത്? വാപ്പയെ വേദനിപ്പിക്കാൻ കഴിയുന്നത്? കുത്തുവാക്ക് പറയാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മയെ സ്നേഹിക്കുമോരെ, വാപ്പയെ സ്നേഹിക്കുമോരെ. അവര് മരിക്കുന്ന കാലം വരെ നോക്കിയാ പോര്. അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഉമ്മക്ക് അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ.
അവരുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിനകത്ത് തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു നിൽക്കണേ അല്ലോ. അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി. അല്ലാഹുവേ, 10-25 പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന സംഘാടകരാ, നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം, നിന്റെ ഉപ്പാനെ നിനക്ക് ഓർമ്മ വരണം. മരിച്ച് കബറിൽ കിടക്കുന്ന ആ പാവങ്ങളുടെ ഖബറിനകത്ത് ഇന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെന്ന ഒരു നിയത്തോടെ ഒരു ജാരിയായ സദക്ക. ബിസ്മില്ല, എല്ലാവരും കൈകൊണ്ടെടുത്തോ. ബിസ്മില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഖബറിനകത്ത് കിടന്നിട്ട് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പടച്ചവനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മകൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. കൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടൊരു സഹാബി ഇങ്ങനെ ഖുർആൻ ഓതുന്നു. എല്ലാവരും ആ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ഈ ചെറുപ്പക്കാരൻ ആരാ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആരാ നബിയേ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ആടാ? അവിടെ നിന്ന് പറഞ്ഞു, ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം തന്റെ ഉമ്മയെ സ്നേഹിച്ചതിനുള്ള പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതാൻ പറ്റുന്ന സ്വർഗത്തിലെ ഉയർന്ന പദവി അല്ലാഹു നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരു കാലത്തും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണ് നിറയുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അവർ നമ്മളെ എന്തൊക്കെ ചെയ്താലും എത്ര തല്ലിയാലും, ചില ചെറുപ്പക്കാർ ചോദിക്കും, ഉമ്മയുടെ സ്വഭാവം വളരെ മോശമാ ഉസ്താദെ, എന്ത് ചെയ്യാനാ? എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മ തന്നെയാ. ഉമ്മയ്ക്ക് പകരം വെക്കാൻ ഒന്നും കഴിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയ്ക്ക് എല്ലാവർക്കും ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുക, നിങ്ങളുടെ മക്കൾ വഴിപിടയ്ക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ വയലിന് വന്നപ്പോൾ ഒരു കുട്ടിയെ വളർത്താനുള്ള വഴികൾ മുഴുവനും ഞാൻ പറഞ്ഞു തന്നു. അവിടെ നിന്ന് 10 മണിക്ക് വയൽ അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്ങനെ ആദ്യം ദുആ ചെയ്യണം, നല്ല പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ. വിവാഹത്തിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രസവം വരെ ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. പക്ഷെ ഒരു കാര്യം പറയാനുള്ള സമയം അവിടെ കിട്ടിയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിനകത്ത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബാത്റൂമിനകത്ത് കയറിയിട്ട് വാതിൽ തുറക്കണില്ല. കുറേ സമയമായി വാതിൽ തുറക്കണില്ല. ഉമ്മ സംശയം തോന്നിയിട്ട് ചെന്ന് നോക്കുമ്പോൾ പടച്ചവനെ സെൽഫി എടുക്കുക. ബാത്റൂമിനകത്ത് നിന്നിട്ട് നല്ല ശബ്ദം കേൾക്കുന്നു. വാതിൽ ഉമ്മ ചവിട്ടി തുറന്നു. തെള്ളി തുറന്നകത്തേക്ക് കയറിയപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് ശരീരത്തിൽ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. സ്വന്തം ചിത്രം, സ്വന്തം ഫോട്ടോ ഇങ്ങനെ മൊബൈലിൽ പകർത്തുന്നു. ഉമ്മ തന്റെ പൊന്നുമോളെ ഒരുപാട് തല്ലി.
അവസാനം ഉമ്മയ്ക്ക് സങ്കടം വന്നു. മകളോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാ മോളെ നീ ഈ ഫോട്ടോ എടുത്തത്? ആ സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. എന്റെ ക്ലാസ്സിൽ 33 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 33 പെൺകുട്ടികളിൽ 26 പേരും അവരുടെ നഗ്നചിത്രം എടുത്തുകൊണ്ടുവന്ന് കൂട്ടുകാരെ മുഴുവനും കാണിച്ചു. ഇന്ന് കൊണ്ടുപോകേണ്ടത് ഞാനാ, എന്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത് എന്ന് ആ പൊന്നുമോള് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ മക്കളുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? കാസർഗോഡ് ജില്ലയിൽ 31 വയസ്സുള്ള ഒരു സഹോദരി പെട്ടെന്ന് ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി. എങ്ങനെയാണ് ഗർഭിണിയായതെന്നറിയില്ല. ഭർത്താവ് ഗൾഫിൽ പോയി ആകെ വിഷയമായി. അവസാനം ആ പെണ്ണ് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് സത്യം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവല്ലാതെ എന്റെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല, എന്റെ ഭർത്താവല്ലാതെ ഒരാളും എന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഗർഭിണിയായി? കിടന്നുറങ്ങുമ്പോ നല്ലതുപോലെ സൂക്ഷിക്കാനാ നിനക്കിത് പറയണേ. ഇന്ന് മുതൽ കിടന്നുറങ്ങുമ്പോ നീ നല്ലതുപോലെ ആലോചിക്കണം. വീട്ടിലെ മക്കളുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഈ ഉമ്മ അള്ളാഹുവേ എങ്ങനെ ഗർഭിണിയായി എന്നറിയില്ല. +1 പഠിക്കുന്നൊരു മകനുണ്ട്, 10ലോ +1ലോ പഠിക്കുന്നൊരു മകൻ. ഈ മകന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം കണ്ടപ്പോ ആരോ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് നടത്തിയപ്പോ ആ മകൻ പറഞ്ഞു, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഈ മകനാണ് ഈ പണി ഒപ്പിച്ചതെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആകുന്നത്? എല്ലാ വാപ്പമാർക്കും പരാതിയാ, ഉസ്താദെ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, മുടിവെട്ടുന്നില്ല, അവൻ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, എത്ര നല്ല കാര്യം പറഞ്ഞാലും ചെയ്യണില്ല, അവൻ എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നില്ല, പരാതി പറയുന്നല്ലോ. എന്തേ അതിന്റെ കാരണമെന്നറിയൂ? നിങ്ങളുടെ മക്കൾ വഴിപിടച്ചു പോകാനുള്ള കാരണം, നാട്ടുകാരൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, കുഞ്ഞിലെ ശീലം അവസാനം വരെ ഉണ്ടാകുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ചെറിയ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഉസ്താദേ കുട്ടിയല്ലേ, കുഞ്ഞല്ലേ, അവനൊന്നും അറിയില്ല എന്നാ നമ്മൾ വിചാരിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ ഉമ്മയുടെയും വാപ്പയുടെയും ബെഡ്റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 3 സമയം. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. പ്രായപൂർത്തിയാകാത്ത കൊച്ചുമക്കൾ, 9 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ, 3 അവസരത്തിൽ 1ാമത്തെ അവസരം സുബഹിക്ക് മുമ്പുള്ള സമയം, നട്ടുച്ച സമയം, ഇശായിക്ക് ശേഷമുള്ള സമയം. ഈ 3 സമയത്തും ഉമ്മയുടെയും ബാപ്പയുടെയും ബെഡ്റൂമിലേക്ക് മക്കൾ കയറാൻ പാടില്ല, അനുവാദം ചോദിക്കണം. കാരണം സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മയും ബാപ്പയും നല്ല ഉറക്കത്തിലാ. ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്കാം, വാപ്പയുടെ ഔറത്ത് തുറന്നു കിടക്കാം. ചെറിയ കുട്ടി ഓടി ചെല്ലുമ്പോ ഉമ്മയുടെ ഔറത്ത് കണ്ട ആ മകന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് പതിയും, അവൻ തലതിരിഞ്ഞു പോകാൻ അത് കാരണമാകും. സ്വന്തം വാപ്പയുടെ ഔറത്ത് 8 വയസ്സുള്ള മകള് കണ്ടാൽ, 7 വയസ്സുള്ള മകള് കണ്ടാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതിന്റെ ചിന്ത ഭാവിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ നിങ്ങൾ എന്തേ ചെയ്യണത്? ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്നല്ലേ? വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലം, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്ന കാലം. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.